ബഹ്റൈനിൽ 2024 വീടുകൾ, വെയർഹൌസുകൾ, വാഹനങ്ങൾ എന്നിവ ഉൾപ്പെടെ ഇതുവരെ 1189 തീപിടുത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് ഡയറക്ടർ വ്യക്തമാക്കി. ഗൾഫ് മേഖലയിൽ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ കൂടുതൽ മുൻകരുതലുകൾ വേണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുകയാണ്. ബഹ്റൈനിൽ ഈ വർഷം വീടുകൾ, വെയർഹൌസുകൾ, വാഹനങ്ങൾ എന്നിവ ഉൾപ്പെടെ ഇതുവരെ 1189 തീപിടുത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് വ്യക്തമാക്കി. വേനൽക്കാലത്ത് ബോധവൽക്കരണ പരിപാടികൾ, പരിശീലന കോഴ്സുകൾ, ശില്പശാലകൾ, ക്യാമ്പയിനുകൾ എന്നിവ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് നടത്തുന്നുണ്ട്. ഈ വർഷം ഇതുവരെ 420 വാഹനങ്ങൾ തീപിടിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാറിനുള്ളിൽ ബാറ്ററികൾ, ലൈറ്ററുകൾ, പെർഫ്യൂമുകൾ എന്നിവ സൂക്ഷിക്കുന്നതും തീപിടുത്തം ഉണ്ടാക്കാൻ കാരണമാകുന്നു. അപകടങ്ങൾ ഒഴിവാക്കാൻ മുൻകരുതലുകളും പ്രതിരോധ നടപടികളും സ്വീകരിക്കേണ്ടത് ചൂടുകാലത്ത് അത്യാവശ്യമാണെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് ഡയറക്ടർ പറഞ്ഞു. ഉയർന്ന വേനൽക്കാല താപനില കണക്കിലെടുത്ത് പൗരന്മാരും താമസക്കാരും കാര്യം ശ്രദ്ധിക്കണം. വീടുകളിലും കെട്ടിടങ്ങളിലും തീപിടുത്തമുണ്ടാകാനുള്ള പ്രധാന കാരണം അശ്രദ്ധയാണ്. വൈദ്യുത ഉപകരണങ്ങളും ലൈറ്ററുകളും തീപ്പെട്ടികളും കുട്ടികൾ അശ്രദ്ധയോടെ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. വൈദ്യുതി ഉപകരണങ്ങളും വൈദ്യുതി കണക്ഷനുകളും ഇടയ്ക്കിടെ പരിശോധനകൾക്ക് വിധേയമാക്കണം. അറ്റകുറ്റപ്പണികളും യഥാസമയം ചെയ്യണം. ഇലക്ട്രിക്കൽ സർക്യൂട്ടുകൾക്ക് അമിത ലോഡ് കൊടുക്കരുത്. ഗ്യാസ് സിലിണ്ടറുകളും ശരിയായ രീതിയിൽ പരിപാലിക്കണം. നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതെ വേണം അവ സൂക്ഷിക്കാൻ. അഗ്നിശമന ഉപകരണങ്ങൾ വീട്ടിലും വാഹനത്തിലും കരുതണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി പേരുടെ വാഹനങ്ങളും വീടും ഇതിനോടകം തീപിടുത്തം മൂലം കത്തി നശിച്ചിരുന്നു. മാതൃഭൂമി ന്യൂസ്, ബഹ്റൈൻ.